നമസ്കാരം. പ്രധാന വാർത്തകൾ. കർഷകരുടെയും സാധാരണക്കാരുടെയും ജീവന പുല്ലുവില പോലും പിണറായി സർക്കാർ നൽകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കും വിധം വിവരാവകാശത്തെ ദുരുപയോഗം ചെയ്യരുതെന്ന് വിവരാവകാശ കമ്മീഷണർ. സുതാര്യതയുള്ള സദ്ഭരണം ജനങ്ങൾക്ക് പ്രാപ്യമാക്കുകയാണ് വിവരാവകാശത്തിന്റെ ലക്ഷ്യമെന്നും കമ്മീഷൻ അംഗം ടി.കെ. രാമകൃഷ്ണൻ. വ്യാപാരികൾക്ക് പേഴ്സണൽ ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തട്ടിപ്പ്. മങ്കട സ്വദേശി രവി എന്ന യുവാവ് പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ. ഒറ്റപ്പാലം സ്വദേശിയായ വ്യാപാരിയുടെ പരാതിയിലാണ് അറസ്റ്റ്. കുളത്തിൽ മുങ്ങിത്താഴ്ന്ന വയോധികയ്ക്ക് രക്ഷകനായി 14-കാരൻ. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി ശാന്തയെയാണ് 14-കാരൻ പ്രജുൽ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. പ്രജുലിന്റെ ധീരതയ്ക്ക് അഭിനന്ദന പ്രവാഹം. കാലിക്കറ്റ് സർവകലാശാല എ-സോൺ കലോത്സവം മണ്ണാർക്കാട് തുടരുന്നു. സ്റ്റേജ് മത്സരങ്ങൾ തുടങ്ങിയതോടെ വേദികൾ ഉണർന്നു. പാലക്കാട് വിക്ടോറിയയും MES കല്ലടിയും മുന്നേറുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമര യാത്രയ്ക്ക് കരുവാരക്കുണ്ടിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ മരുതുങ്കലിലെത്തിയ പ്രതിപക്ഷ നേതാവിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. തുടർന്ന് കിഴക്കേതലയിൽ പൊതുസമ്മേളനവും നടന്നു. വന്യജീവി ആക്രമണത്തിനും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കും ബഫർ സോൺ വിഷയത്തിലും പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലയോര സമരയാത്ര നയിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ എടക്കരയിലും കരുവാരക്കുണ്ടിലും മാത്രമാണ് യാത്രയ്ക്ക് സ്വീകരണം ഉണ്ടായിരുന്നത്. അതിനാൽ നിരവധി പ്രവർത്തകരും കർഷകരുമാണ് കരുവാരക്കുണ്ടിലേക്ക് എത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മരുതുങ്ങളിൽ എത്തിയ പ്രതിപക്ഷ നേതാവിനെ താളമേള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ കിഴക്കേത്തലയിലെ സമ്മേളനവേദിയിലേക്ക് ആനയിച്ചത്. വന്യജീവികൾ വനാതിർത്തികൾ കടന്ന് ജനവാസ മേഖലയിൽ എത്തുന്നത് തടയാൻ നിരവധി പാരമ്പര്യ മാർഗങ്ങളുണ്ട്. എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇതിനായി ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല. കർഷകരുടെയും സാധാരണ ജനവിഭാഗത്തിന്റെയും ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഉള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മതിലുണ്ടാക്കുക, കിടങ്ങൽ കുഴിക്കുക, വനാതിർത്തി
സൗരോർജ്ജ വേലി വയ്ക്കുക, റെയിൽ കാർഡ് വയ്ക്കുക. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 4 വർഷമായി ഈ സർക്കാർ ഈ പരമ്പരാഗതമായ രീതികൾക്ക് വേണ്ടി 1 രൂപ ചെലവാക്കിയിട്ടില്ല. 1 രൂപ ഞങ്ങളെ കണക്കെടുത്ത് കാണിച്ചു നിയമസഭയിൽ. ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല. അപ്പോൾ ഈ മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക. കടുവ ഭക്ഷിച്ചോട്ടെ, ആന ചവിട്ടി കൊന്നോട്ടെ, പുലി കഴിച്ച് കീറിക്കോട്ടെ, നിങ്ങളുടെ വിധി എന്നാണ് ഗവൺമെന്റിന്റെ തീരുമാനം. അപ്പം നമ്മുടെ ഡിമാൻഡ് പരമ്പരാഗതമായ സംവിധാനങ്ങൾക്ക് പണം അനുവദിക്കണം. 1. 2, ലോകത്തെ എല്ലാ രാജ്യത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ആധുനികമായ സങ്കേതങ്ങളുണ്ട്. വനാതിർത്തിയിൽ മൃഗങ്ങളുടെ മൂവ്മെന്റ് ഉണ്ടായാൽ അറിയാൻ പറ്റും. ഇത് ശാസ്ത്രയുഗമാണ്. അറിഞ്ഞാൽ പ്രത്യേകമായ ശബ്ദമുണ്ടാക്കി ഇതിനെ തിരിച്ചോടിക്കാനുള്ള സംവിധാനമുണ്ട്. കരുവാരക്കുണ്ടിൽ നടന്ന വന്യമൃഗ ആക്രമണത്തെക്കുറിച്ചും പ്രതിപക്ഷ നേതാവ് പ്രതിപാദിച്ചു. വന്യജീവി ആക്രമണങ്ങൾ മരിച്ചത് എത്രയാ? 1000-ലധികം പേർ. ഗുരുതരമായി പരിക്കേറ്റവരെത്രയാ? 8000-ലധികം പേർ. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം. 4000-ഓളം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്. ഇവിടെ ഈ പഞ്ചായത്തിൽ കാട്ടുപോത്തിന്റെ കുത്തേറ്റ് ഷാജി 2 വർഷം മരിച്ചു ഇല്ലേ? ബാലിക്ക് ഇതുവരെ ഒരു സ്ഥിര ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. പി ഖാലിദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. AP അനിൽകുമാർ MLA, മോൻസ് ജോസഫ് MLA, നജീബ് കാന്തപുരം MLA, അനൂപ് ജേക്കബ് MLA, VS ജോയ്, CP ജോൺ, ഷാനിമോൾ ഉസ്മാൻ, PT അജയമോഹൻ, കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, N ഉണ്ണീൻകുട്ടി, MP വിജയകുമാർ, V ആബിദലി, TD ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കും വിധം വിവരാവകാശത്തെ ദുരുപയോഗം ചെയ്യരുതെന്ന വിവരാവകാശ കമ്മീഷണർ. സുതാര്യതയുള്ള സദ്ഭരണം ജനങ്ങൾക്ക് പ്രാപ്യമാക്കുകയാണ് വിവരാവകാശത്തിൻ്റെ ലക്ഷ്യമെങ്കിലും ഓഫീസ് പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്ന രീതിയിൽ വിവരാവകാശത്തെ ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് TK രാമകൃഷ്ണൻ പറഞ്ഞു. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷന്റെ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 5 അംഗങ്ങളും സിറ്റിംഗുകൾ നടത്തുകയും ഉദ്യോഗസ്ഥ തലത്തിലും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. മാത്രമല്ല, സർക്കാർ ഓഫീസുകളിൽ പരിശോധനയും നടത്തുന്നുണ്ട്. സ്വാശ്രയ സ്ഥാപനങ്ങളടക്കം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വിവരാവകാശത്തിൻ്റെ പരിധിയിലാണെന്നും ഓഫീസുകളിൽ നിന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഉടനടി ലഭ്യമാക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. വിവരാവകാശം വഴി അവബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കാനാകും. ഒരു പൊതു അധികാരി ലഭ്യമാകുന്ന വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ ബാധ്യസ്ഥനാണെന്നും കമ്മീഷണർ പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ 12 കേസുകൾ പരിഗണിച്ചു. ഇതിൽ 10 കേസുകൾ തീർപ്പാക്കി. സിറ്റിംഗിൽ ഹാജരാകാത്ത കക്ഷികൾക്ക് സമൻസ് അയക്കും. 30 ദിവസത്തിനകം മറുപടി നൽകാത്ത കേസുകളിൽ നടപടിയെടുക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചില ഓഫീസുകളിൽ ധാരാളം അപേക്ഷ കൊടുക്കുക, ഒരു കാരണമില്ല, ഉദ്യോഗസ്ഥന്മാരോടുള്ള വിരോധം എന്നൊക്കെ കാണിച്ചിട്ട് ഇപ്പം നമുക്ക് കമ്മീഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈയിടെ വന്നിട്ടുള്ളത് ഒരു വിജിലൻസിൽ അവിടെ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ 50ഓളം ഇത്തരത്തിലുള്ള വിവരാവകാശത്തിനുള്ള അപേക്ഷ നൽകുകയും അപ്പോൾ അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന അവസ്ഥ വന്നപ്പോൾ ഫുൾ കമ്മീഷൻ ചേർന്ന് എല്ലാ കമ്മീഷണർമാരും കൂടെ അയാളെ ഹിയർ ചെയ്തു. അയാൾക്ക് പറയാനുള്ളത് കേൾക്കണം. ഹിയർ ചെയ്തതിന് ശേഷം അയാളെ അതിൽ നിന്ന് വിലക്കിയെടുത്തു. ഇനി അയാളുടെ അപേക്ഷ ആ ഓഫീസിൽ കൊടുത്താലും അയാൾക്ക് വിവരം നൽകണ്ട എന്നുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അത്രയും അയാളുടെ പർപ്പസ് ഈ വിവരാവകാശത്തിന് അനുകൂലമല്ല എന്നുള്ളതുകൊണ്ട്. അതുപോലെ നമുക്ക് പല ഓഫീസുകളിലും അവർ മറുപടി അയക്കുമ്പോഴും പറയാറുണ്ട് ഇത്രമാത്രം അപേക്ഷകളൊക്കെ തരുന്ന ആൾക്ക്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ദുരുപയോഗമാണോ അല്ലെങ്കിൽ അയാളുടെ പർപ്പസാണോ. അങ്ങനെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അപേക്ഷ എല്ലാവർക്കും കൊടുക്കാനുള്ള മൗലികമായ അവകാശമുണ്ട്. എത്ര ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ എന്തിനു ചോദിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ, ഇതൊന്നും ഒരു വിലക്കും വിവരാവകാശ നിയമത്തിലില്ല. ഒരാൾക്ക് എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇത് അതിൻ്റെതായ ഉദ്ദേശശുദ്ധിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിയുണ്ട്.
വ്യാപാരികൾക്ക് പേഴ്സണൽ ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. മങ്കട പുന്നശ്ശേരി വീട്ടിൽ രവിയെയാണ് അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണയിലെ വ്യാപാരിയായ ഒറ്റപ്പാലം പാലപ്പുറം പാലത്തിങ്ങൽ ഇബ്രാഹിമിന്റെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 21 മുതൽ ജനുവരി 10 വരെ പല തവണകളിലായി ഗൂഗിൾ പേ വഴി പരാതിക്കാരനെ തെറ്റിദ്ധരിപ്പിച്ച് രവി 30,000 രൂപ തട്ടിയെടുത്തതായാണ് പരാതി. മറ്റു പലരും പ്രതിയുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ചെറുകിട കച്ചവടക്കാരെയാണ് പ്രതി തട്ടിപ്പിനിരയാക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. വായ്പയുടെ സുരക്ഷാ കാര്യം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇരയാകുന്നവരിൽ നിന്ന് വായ്പ ഇൻഷുറൻസിൻ്റെ പേരിലും അവരുടെ മൊബൈൽ ഫോണിൽ വായ്പാ ആപ്ലിക്കേഷനുകൾ സജ്ജമാക്കി അവരറിയാതെ തത്സമയ വായ്പയെടുത്തും പ്രതി പണം കൈക്കലാക്കുകയാണ് ചെയ്യുന്നതെന്ന് പോലീസ് പറഞ്ഞു. SI ഷിജോസി തങ്കച്ചൻ്റെ നേതൃത്വത്തിൽ പ്രതിയെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെക്കുറിച്ച് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും SI പറഞ്ഞു. കുളത്തിൽ മുങ്ങിത്താഴ്ന്ന വയോധികയ്ക്ക് രക്ഷകനായി 14 വയസ്സുകാരൻ. ഒറ്റപ്പാലം പാലപ്പുറം പഴയ പോസ്റ്റ് അങ്ങാടിയിൽ ശാന്തയെയാണ് സമീപവാസിയായ 9ാം ക്ലാസ്സുകാരൻ പ്രജുൽ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം നടന്നത്. മകരവാവിനോടനുബന്ധിച്ച് സമീപത്തെ വിഷ്ണു ക്ഷേത്രത്തിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് പഴയ പോസ്റ്റ് സ്വദേശിനി 66-കാരി ശാന്ത അപകടത്തിൽപ്പെട്ടത്. മുങ്ങിക്കുളിക്കുന്നതിനായി കൂടുതൽ മുന്നോട്ടിറങ്ങിയ ശാന്ത കാൽവഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു. ഈ സമയം വാഴയില വെട്ടാനായി സമീപത്തെ വീട്ടിലുള്ള പ്രജുൽ അയൽവാസിയായ രാജേന്ദ്രനൊപ്പം കുളത്തിന് സമീപമുള്ള സ്ഥലത്ത് എത്തിയതായിരുന്നു. ഇതിനിടെ ശാന്തയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ പ്രജുൽ മറ്റൊന്നും ചിന്തിക്കാതെ കുളത്തിലേക്ക് എടുത്തുചാടി ശാന്തയെ കരയിലേക്ക് വലിച്ചു കയറ്റി രക്ഷിക്കുകയായിരുന്നു. അപ്പോഴേക്കും രാജേന്ദ്രനും പ്രജുലിന് സഹായത്തിനെത്തി. വാവല്ലേ, അപ്പൊ ഒന്നും കൂടി ഇറങ്ങിയ നല്ല മുങ്ങിട്ട് വലിയിടാലോചിച്ചിട്ട് ഇറങ്ങിയതാണ്. കാല് വെച്ചതാണ്, അത് അങ്ങോട്ട് പോയി. ഇങ്ങനെ ആക്കുമ്പോ കുട്ടി ഓടി വന്നത്. ഞാന് ഇല മുറിക്കാൻ പോയതായിരുന്നു ഈ മാവിന് വേണ്ടിട്ട്. അപ്പൊ ഈ അമ്മമ്മ പറ്റില്ല, കയ്യിലിങ്ങനെ ആക്കുമായിരുന്നു. തിരിഞ്ഞപ്പോ പെട്ടെന്ന് ഈ അമ്മമ്മ വെള്ളത്തിൽ കൊണ്ടുണ്ട്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, എടുത്ത് ചാടി. പിന്നെ കാര്യം കയറ്റിയപ്പോഴേക്ക് വന്നിട്ട് പിന്നെ ഒന്നുകൂടി കയറ്റി ഇരുത്തിയതാണ്. പിന്നെ വീട്ടിൽ വന്നിട്ട് വലിയച്ഛൻ്റെ അടുത്ത് പറഞ്ഞ കുട്ടിയല്ല. ഞാൻ എന്നിട്ട് വെള്ളം എടുത്തിട്ട് വന്നിട്ട് അനിയത്തി ഉണ്ടായിരുന്നു കൂടെ. എടുത്തുനിന്ന് വെള്ളം കൊടുത്ത് പിന്നെ ഓക്കെ. പഴയ പോസ്റ്റ് കിഴക്കേപ്പാട്ട് വാര്യം പ്രമോദ് അജിത ദമ്പതികളുടെ മകനാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രജുൽ. വാർഡ് കൗൺസിലർ A അനിതയും വാർഡ് കമ്മിറ്റി പ്രവർത്തകരും പ്രജുലിനെ വീട്ടിലെത്തി പൊന്നാട അണിയിച്ച് ആദരിച്ചു. നമ്മുടെ പ്രജുൽ നമ്മുടെ ഇന്നത്തെ ഹീറോ എന്ന് കൂടി പറയാം. കാരണം നമ്മുടെ വിലയേറിയ ജീവൻ നമുക്ക് തിരിച്ചു തന്ന പ്രജുലിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം അവൻ്റെ ജീവൻ പോലും മറന്ന് വെള്ളത്തിലെടുത്ത് ചാടി അമ്മേനെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവന്നു. അത് വളരെയധികം സന്തോഷം. അവരുടെ കുടുംബത്തിന് ഇതുപോലൊരു ഉഷാറായിട്ടുള്ള മോനെ കിട്ടിയത് അത് അതിലേറെ നല്ലൊരു കാര്യമാണ്. മണ്ണാർക്കാട് കുമരംപുത്തൂർ പയ്യനടം കുളർമുണ്ടയിൽ സാമൂഹ്യവിരുദ്ധർ റാട്ടപ്പുര നശിപ്പിച്ചു. കിഴക്കേതിൽ അബ്ബാസിന്റെ റാട്ടപ്പുരയാണ് നശിപ്പിച്ചത്. കുളർമുണ്ട തണ്ടുവരമ്പ് ഭാഗത്ത് രാത്രിയായാൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുലർച്ചെ വരെ സംഘം പല സ്ഥലങ്ങളിലായി തമ്പടിച്ച് നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കുകയാണ്. ജനവാസം കുറഞ്ഞ മേഖലയായതിനാലാണ് ഇവർ ഈ പ്രദേശം തിരഞ്ഞെടുക്കുന്നത്. മദ്യവും മയക്കുമരുന്നും വിൽപ്പന ഈ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ രാത്രിയാണ് അബ്ബാസിന്റെ റാട്ടപ്പുരയുടെ വാതിലുകളും റബ്ബർ പാൽ ഒഴിക്കുന്ന ഡിഷുകളും നശിപ്പിച്ചത്. പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പിന്നെ റബ്ബർ തോട്ടത്തിൽ റാട്ടയുടെ അവിടെ ഭയങ്കര സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമാണ്. രാത്രി 8 മണി മുതൽ 6 മണി 8 മണി മുതൽ ഇവർ ഇവിടെ താവളടിച്ചിരിക്കുകയാണ്. ഇവിടെ ആൾ സഞ്ചാരം കുറഞ്ഞ സ്ഥലമാണ്. പിന്നെ വീടുകളൊന്നും കൂടുതലില്ല. പിന്നെ ഇതിനു മുമ്പ് 3-4 പ്രാവശ്യം ഇവിടെ കുത്തിപ്പൊളിച്ചിലൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് നിൽക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ വന്നിട്ട് നോക്കുമ്പോൾ പിന്നെ പൂട്ടൊക്കെ കുത്തിപ്പൊളിച്ച് അവിടെ ഡോറിനൊക്കെ ഒരു ഓട്ടയൊക്കെ ഉണ്ട്. പിന്നെ ഡിഷുകളൊക്കെ കുത്തിപ്പൊളിക്കലുണ്ട്. പിന്നെ കുത്തി നിൽക്കി വെച്ചിരുന്നു ഒരു പ്രാവശ്യം. അപ്പോൾ ഇതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകണം. ഇവിടെ ഇന്നുള്ള പരിപാടിയാണിത്. ഇടവേണം. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എ സോൺ കലോത്സവം മണ്ണാർക്കാട് തുടരുന്നു. വ്യാഴാഴ്ച സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിച്ചു. നെല്ലിപ്പുഴ നജാത്ത് കോളേജിലാണ് കലോത്സവം നടക്കുന്നത്. രാവിലെ 10 മണിയോടെ വേദി 1 തസ്രാക്കിൽ ആരംഭിച്ച ഭരതനാട്യത്തോടെയായിരുന്നു തുടക്കം. വേദി 2 കുമ്മാട്ടിയിൽ മോഹിനിയാട്ടവും 3 തരങ്കിണിയിൽ മോണ ആക്റ്റും 4 വല്ലകിയിൽ ലളിതഗാന മത്സരങ്ങളും ആരംഭിച്ചതോടെ കലോത്സവ നഗരി ഉണർന്നു.
ഇതേ വിജനേ ഓതിയ മൊഴികൾ വചനവിശിഖയാൽ നിരസിക്കൂ ഞാൻ. ത കും ത രി കി ത ത ക. രണ്ടാം ദിനത്തിൽ രചനാ മത്സരങ്ങൾ സമാപിച്ചപ്പോൾ ഗവൺമെന്റ് വിക്ടോറിയ കോളേജും MES കല്ലടിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. എന്നാൽ സ്റ്റേജിനങ്ങൾ ആരംഭിച്ചതോടെ മത്സരം മുറുകി. വിവിധ കോളേജുകളിൽ നിന്നായി 4000 വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. വയനാട് ദുരന്തം മുതൽ ട്രാൻസ്ജെൻഡറുകളോടുള്ള വിവേചനം വരെ പ്രമേയമാക്കി എസോൺ കലോത്സവത്തിൽ മോണോ ആക്ട് വേദി. വേറിട്ട വിഷയങ്ങളുമായി വിദ്യാർത്ഥികൾ എത്തിയതിനാൽ ആവർത്തന വിരസത ഒഴിവായി. പ്രകൃതി ചൂഷണത്തിനെതിരെയുള്ള മുന്നറിയിപ്പുമായി എത്തിയ മത്സരാർത്ഥി വയനാട് ഉരുൾപൊട്ടലും ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ കഴിയാത്ത വേദനയും നാട്ടുകാരുടെ ഉണ്ണിമാഷയും വരച്ചുകാട്ടി. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നെത്തിയ പറളി സ്വദേശി മുഹിബുള്ള വോളിബോൾ താരം അരുണിമ സിൻഹയുടെ അതിജീവനം പ്രമേയമാക്കി. ട്രെയിൻ യാത്രയിൽ മോഷ്ടാക്കൾ തള്ളി വീഴ്ത്തിയതോടെ ഒരു കാൽ നഷ്ടമായിട്ടും എവറസ്റ്റ് കീഴടക്കിയതും സ്റ്റേജിൽ അവതരിപ്പിച്ചു. ഒരു കാലം കൊണ്ട് കീഴടക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ സ്വകാര്യ അവസ്ഥ നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റും. ട്രാൻസ്ജെൻഡറുകളെ ഇപ്പോഴും അംഗീകരിക്കാത്ത സമൂഹത്തെ ചോദ്യം ചെയ്യുന്നതും മോണോ ആക്ട് വേദിയിൽ നിന്ന് ഉയർന്നു. പ്രമേയങ്ങളിൽ വ്യത്യസ്തത പുലർത്തിയെങ്കിലും പ്രകടനങ്ങൾ നിലവാരം പുലർത്തിയില്ലെന്നായിരുന്നു ജഡ്ജസിന്റെ വിലയിരുത്തൽ. ഓർഗൻ റിസീവ്ഡ് മെമ്പേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലയുടെ 5ാം വാർഷികവും കുടുംബസംഗമവും ഒറ്റപ്പാലം മനുശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫെബ്രുവരി 1 നടക്കും. പി മമ്മിക്കുട്ടി MLA പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ വൃക്ക മാറ്റിവെച്ചവരുടെ കൂട്ടായ്മയായ ഓർഗൻ റിസീവ്ഡ് മെമ്പേഴ്സ് അസോസിയേഷന്റെ 5ാമത് വാർഷികവും കുടുംബസംഗമവുമാണ് ജനുവരി 1 മനുശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് പരിപാടികൾ നടക്കുന്നത്. ജില്ലയിലെ 550-ലധികം വൃക്ക മാറ്റിവെച്ചവരാണ് അസോസിയേഷനിൽ അംഗങ്ങളായുള്ളത്. ശനിയാഴ്ച 11 മണിക്ക് നടക്കുന്ന ചടങ്ങ് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ മുഖ്യാതിഥിയാകും. അവയവം മാറ്റിവെച്ചവർക്ക് ആവശ്യമായ മരുന്നുകൾ കാരുണ്യ ഫാർമസികളിൽ നിന്നും ലഭ്യമാക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 2018 ഒരു കൂട്ടായ്മയായിട്ട് തുടങ്ങിയതാണ്. 19 അതൊരു സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് 5ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. 1-ാം തീയതിയാണ് നമ്മുടെ പരിപാടി KM ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ജില്ലയിലെ വൃക്ക രോഗികളുടെയും വൃക്ക മാറ്റിവെച്ചവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. പാലക്കാട് ജില്ലയിലെ വൃക്ക മാറ്റിവെച്ചവരാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇപ്പം നമുക്ക് 550-ലധികം അംഗങ്ങളാണ് ഉള്ളത്. ഓരോ വർഷം ഇതിങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അവർക്ക് പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സമൂഹത്തിന് പരമായിട്ടുള്ള നമ്മൾ ക്യാമ്പുകൾ വൃക്കരോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുപിടിച്ചതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വൃക്കരോഗ നിർണയ ക്യാമ്പുകൾ
വൃക്കരോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള സെമിനാർ വൃക്കരോഗ വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലബ്ബുകൾ, അതുപോലെ വായനശാലകൾ, പഞ്ചായത്തുകളൊക്കെ സംയുക്തമായിട്ട് സംഘടിപ്പിച്ച് സെമിനാറുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുമാറ് ഒരാൾക്ക് വൃക്ക മാറ്റിവെച്ച ഒരാൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മാസം 15,000 രൂപ ഒരു ചികിത്സ ഈ മരുന്നിന് വേണ്ടിയിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പം ജില്ലാ പഞ്ചായത്ത് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസമായിരുന്നു. അത് ഇപ്പോൾ നമുക്കിങ്ങനെ ഓരോ ബ്രാൻഡാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് ലഭിച്ചിരുന്ന മാതിരി കൂടുതൽ ബ്രാൻഡുകൾ, അത് KMCL വഴി മരുന്നുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം KMCL ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അവർ പല മരുന്ന് കമ്പനികൾക്കും ഒരുപാട് കുടിശ്ശിക കൊടുക്കാൻ ബാക്കിയുള്ളത് കൊണ്ടാണ് ഈ മരുന്നുകാർ കമ്പനിക്കാർ KMCL സപ്ലൈ ചെയ്യാത്തത്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സെക്രട്ടറി ദിലീപ് ദാമോദരൻ, പ്രസിഡന്റ് അബ്ബാസ് പുളിക്കൽ, വൈസ് പ്രസിഡന്റ് P. അബ്ദുൾ റഹ്മാൻ, ഒറ്റപ്പാലം താലൂക്ക് സെക്രട്ടറി VT സുരേഷ് ബാബു തുടങ്ങിയവരും പങ്കെടുത്തു. ഒറ്റപ്പാലത്ത് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒറ്റപ്പാലം ഫെസ്റ്റ് ഫെബ്രുവരി 1-2 തീയതികളിലായി നടക്കും. മ്യൂസിക് നൈറ്റ്, സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങിയ പരിപാടികൾ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒറ്റപ്പാലം ഫെസ്റ്റാണ് ഫെബ്രുവരി 1-2 തീയതികളിലായി നടക്കുന്നത്. ഫെബ്രുവരി 1 ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ 19 മൈലിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്റ്റേജിൽ മ്യൂസിക് നൈറ്റ് ആരംഭിക്കും. 7 മണിക്ക് ഉദ്ഘാടന ചടങ്ങ് നടക്കും. VK ശ്രീകണ്ഠൻ MP ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഗാനമേള 10 മണി വരെ തുടരും. തുടർന്ന് ഫെബ്രുവരി 2 സാംസ്കാരിക ഘോഷയാത്ര നടക്കും. 11ഓളം കമ്മിറ്റികൾ ഘോഷയാത്രയിൽ പങ്കാളികളാകും. കയറമ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് സമീപം അവസാനിക്കും. ഒറ്റപ്പാലം ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലവനാടിലെ സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള ഒറ്റപ്പാലത്തിൻ്റെ മുഴുവൻ മാനവരാശിയും കൂടി ഒരു അഭിമാന പരിപാടിയായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നാനാതുറയിൽ നമുക്ക് നല്ല സപ്പോർട്ടാണ് ഓരോ വർഷം കയറി വരുന്നത്. മൂന്നാമത്തെ കഴിഞ്ഞ് 4ാമത്തെ തവണയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. നമ്മുടെ പാലക്കാട് MP ശ്രീകണ്ഠനാണ്. അതേപോലെ തന്നെ മുഖ്യ അതിഥിയായിട്ട് മുൻ MLA ശ്രീ ഹംസ അദ്ദേഹമുണ്ട്. പിന്നെ ഗസ്റ്റായിട്ട് അനിൽ രാധാകൃഷ്ണൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇപ്രാവശ്യം ഫെസ്റ്റിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസമാണ് നമ്മുടെ ഫെസ്റ്റ് നടപ്പിലാക്കുന്നത്. അതായത് ഫെബ്രുവരി 1-2 തീയതികൾ. ഫെബ്രുവരി 1 മ്യൂസിക് നൈറ്റാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് കൃത്യം 6 മണിക്ക് തുടങ്ങുന്നതായിരിക്കും. 19 മൈൽസിലുള്ള താമരക്കുളത്തിൻ്റെ അടുത്തുള്ള പ്ലോട്ടിലാണ്. കഴിഞ്ഞ വർഷം നടന്ന സെയിം പ്ലോട്ടിൽ വെച്ചാണ് മ്യൂസിക് നൈറ്റ് സംഘടിപ്പിക്കുന്നത്. അത് നമ്മുടെ ഉദ്ഘാടന പരിപാടികൾ കൃത്യം 7 മണിക്ക് തുടങ്ങി 8 മണി വരെ ഉദ്ഘാടന പരിപാടികളും മ്യൂസിക് നൈറ്റിൻ്റെ ഇടയിൽ നടത്താറുണ്ട്. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ K. അയ്യൂബ്, ജനറൽ കൺവീനർ K. വിനോദൻ, ട്രഷറർ PT ഷമീർ, വൈസ് ചെയർമാൻമാരായ VT സുരേഷ് ബാബു, അമീർ രാജ് തുടങ്ങിയവരും പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം തിരുനാരായണപുരം ഉത്രത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള കൊടിമര പ്രയാണത്തിന് വഴിനീളെ വരവേൽപ്പ്. കൊടിമരം എണ്ണത്തോണിയിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കും. കുറ്റാനശ്ശേരി ചോലത്തൊടിയിൽ ചിലമ്പൻകുട്ടിയുടെ വളപ്പിൽ നിന്നായിരുന്നു തേക്കുമരം കൊണ്ടുവന്നത്. തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി TK ശങ്കർദാസ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്ന താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷമാണ് മരം മുറിച്ചത്. തുടർന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന കുടുംബങ്ങൾ, വിവിധ കുതിര, കാള, ആന, പൂര കമ്മിറ്റികൾ, ഭക്തജനങ്ങൾ എന്നിവർ വഴിയോരങ്ങളിലും ക്ഷേത്രമൈതാനിയിലും സ്വീകരണം നൽകി. പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തേക്ക് കൊടിമരത്തെ മാറ്റി. എണ്ണത്തോണിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കും. ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, കൊടിമരം, തിടപ്പള്ളി, പ്രദക്ഷിണ വഴി, ചുറ്റുമതിൽ, ക്ഷേത്രമുറ്റം, ഓഫീസ് സമുച്ചയം എന്നിവയാണ് നവീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3.5 കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കരിമ്പുഴ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിൽ രക്ഷിതാക്കളുടെ പാചക മത്സരം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക നോബിൾ മേരി ഉദ്ഘാടനം ചെയ്തു. 1ാം ക്ലാസ്സിലെ പിന്നെയും ചെറുതായി പാലപ്പം, 3ാം ക്ലാസ്സിലെ പലഹാരപ്പൊതി, 4ാം ക്ലാസ്സിലെ ഊണിൻ്റെ മേളം,
താളും തകരയും എന്നീ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനമെന്ന നിലയിലാണ് പാചക മത്സരം സംഘടിപ്പിച്ചത്. 5ാം തരത്തിൽ പഠിക്കുന്ന അമ്പാടി KPയുടെ അമ്മയായ അംബിക C 1ാം സ്ഥാനവും 1ാം ക്ലാസ്സിലെ ഐലിൻ എന്ന സുനീഷിൻ്റെ അമ്മയായ അനുപമ സുനീഷ് 2ാം സ്ഥാനവും നേടി. ഗോപിനാഥ് കരിമ്പുഴ, R കൃഷ്ണകുമാർ, രതീഷ് A എന്നീ പാചക വിദഗ്ധർ വിധികർത്താക്കളായി. ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ മാറിയ പാഠപുസ്തകം മഹേഷ് മാഷ് പറഞ്ഞ പാഠപുസ്തകത്തിന്റെ പാഠഭാഗത്ത് കൊടുത്തുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും തയ്യാറായിട്ടുള്ള രക്ഷിതാക്കൾക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. പിന്നെ ഇത് സംഘടിപ്പിച്ച കുറച്ച് ദിവസമായി ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന മഹേഷ് മാഷിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ജീവനക്കാർ എല്ലാവരെയും പോഷകസമൃദ്ധമായ ആഹാരം ആരോഗ്യത്തിന് എന്ന സന്ദേശവുമായി കുണ്ടൂർക്കുന്ന് VPAUP സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. കുട്ടികൾ നാടൻ വിഭവങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ നിന്നും തയ്യാറാക്കിക്കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. വിവിധതരം മധുരപലഹാരങ്ങൾ, കറികൾ, പഴമയിൽ മാത്രം നിലനിന്നിരുന്ന വിവിധതരം ആഹാര വിഭവങ്ങൾ, പാനീയങ്ങൾ എന്നിവയാണ് മേളയിൽ പ്രദർശനം നടത്തിയത്. പ്രദർശനത്തിനു ശേഷം വിഭവങ്ങൾ കുട്ടികൾ തന്നെ പരസ്പരം പങ്കിട്ട് കഴിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ഭക്ഷ്യമേള PTA പ്രസിഡന്റ് A പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കൂടുതൽ ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ നാടൻ ഭക്ഷണ പദാർത്ഥങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. കാരണം ആർക്കും അറേബ്യൻ സ്റ്റൈലോ ചൈനീസ് ഫുഡൊന്നല്ല നമ്മൾ പോയിട്ടുണ്ടാവുക. പരമ്പരാഗതമായി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭക്ഷണ രീതിയിലോട് ചേർന്ന് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടാവുക. അതായത് നാടൻ ഐറ്റം പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കിയത്. മാതൃസംഗമം പ്രസിഡന്റ് C രമ്യ, പ്രധാനാധ്യാപിക NM ജയലക്ഷ്മി, സ്റ്റാഫ് സെക്രട്ടറി KM പരമേശ്വരൻ, C ഓമനക്കുട്ടൻ, ലെനിൻ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. പാചക വിദഗ്ധൻ കരിമ്പുഴ മണി വിവിധതരം പാചക രീതികളെക്കുറിച്ചും അവയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് മുന്നിൽ വിശദീകരിച്ചു. ഗ്രാമീണ മേഖലയിൽ മുമ്പ് നിലനിന്നിരുന്ന നാടൻ തട്ടുകടയുടെ ദൃശ്യാനുഭവവും കുട്ടികൾക്ക് മുന്നിൽ ഒരുക്കിയിരുന്നു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. ചെർപ്പശ്ശേരി ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷനിൽ പുതുതായി നിർമ്മിച്ച 11 നാച്ചുറൽ ഗ്രാസ് ടർഫിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിക്കും. കായിക മേഖലയിൽ ക്യാമ്പസിന് കരുത്താകുന്നതാണ് ടർഫെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ടർഫിന്റെ ഉദ്ഘാടനം മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിക്കുക. 90 മീറ്റർ നീളവും 45 മീറ്റർ വീതിയും വരുന്നതാണ് 11 നാച്ചുറൽ ഗ്രാസ് ടർഫ്. 2 കോടിയോളം രൂപ ചെലവിലാണ് ടർഫ് ഒരുക്കിയിരിക്കുന്നതെന്നും ഫുട്ബോൾ, ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്താൻ കഴിയുമെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. P മമ്മിക്കുട്ടി MLA, നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. കായിക മേഖലയിൽ ക്യാമ്പസിന് കരുത്താകുന്നതാണ് ഈ ടർഫെന്നും ഇനി യൂണിവേഴ്സിറ്റി തല മത്സരങ്ങൾക്കുൾപ്പെടെ വേദിയാകാൻ കോളേജിന് കഴിയുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഈയൊരു സുന്ദര വേളയിലാണ് നാം ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷനിൽ പുതിയതായിട്ട് നാം യൂണിവേഴ്സിറ്റി നോംസ് പ്രകാരം 11th സ്റ്റാൻഡേർഡിൽ ഒരു പുതിയ ഗ്രൗണ്ട് നാം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. അത് നാളെ വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് സ്പോർട്സ്, ഹജ്ജ്, വഖഫ് കാര്യ മന്ത്രി ശ്രീ V അബ്ദുറഹ്മാൻ അദ്ദേഹമാണ് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം നാളെ നിർവഹിക്കുന്നത്. നാളെ വൈകിട്ട് 3 മണിക്ക് ആണ് പ്രോഗ്രാം. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടിയിൽ നമ്മുടെ ഇവിടുത്തെ സ്ഥലം MLA ആയ മമ്മിക്കുട്ടി MLA അദ്ദേഹമാണ് വിശിഷ്ടാതിയായി പങ്കെടുക്കുന്നത്. നമ്മുടെ ഈ ഗ്രൗണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോംസ് പ്രകാരം തന്നെ 90 മീറ്റർ നീളവും 45 മീറ്റർ വീതിയിലുമായിട്ട് വളരെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ, അത് ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ മേഖലയിൽ ഏത് മേഖലയാണ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും വളരെ അപൂർവമാണ് നാച്ചുറൽ ഗ്രാസ് ഗ്രൗണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളത്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഏക സ്ഥാപനമായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ആ രീതിയിൽ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്ഥാപനം. അപ്പോൾ ഇതിൽ ഐഡിയൽ ഈ നാച്ചുറൽ ഗ്രാസ് ഗ്രൗണ്ട് നമ്മുടെ അതിന് ഐഡിയൽ ഗ്രാസ് ഗാലക്സി എന്നാണ് ഈ ഗ്രൗണ്ടിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഐഡിയൽ ഗ്രാസ് ഗാലക്സി സ്റ്റേഡിയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് നാളെ മന്ത്രി നിർവഹിക്കാനിരിക്കുന്നത്. അപ്പോൾ അത് ഐഡിയലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ല് ആയേക്കാവുന്ന
ഒരു മുഹൂർത്തത്തിനായിരിക്കും നാളെ സ്ഥാപനം സാക്ഷ്യം വഹിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ കെ സൈനുൽ ആബിദീൻ, അക്കാദമിക് കോർഡിനേറ്റർ പി മുഹമ്മദ് ഉനൈസ്, NSS പ്രോഗ്രാം ഓഫീസർ ടി റഫീഖ്, HR എക്സിക്യൂട്ടീവ് KP അൻവർ സാദത്ത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ജാവിദ് ഷെറീൻ എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. ഇനി 3 ഇടങ്ങളിലായി കോൺക്രീറ്റ് പ്രവൃത്തികളാണ് നടപ്പാക്കാനുള്ളത്. 2 കോടി രൂപ ചെലവിലാണ് പ്രവൃത്തികൾ. പട്ടാമ്പിയിൽ നിന്നും പള്ളിപ്പുറത്തേക്ക് 2 റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കിയുള്ള എളുപ്പമാർഗമാണ് പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാത. പാതയുടെ പാലത്തറ മുതൽ കല്ലറപ്പുള്ളി പാലം വരെയുള്ള 3750 മീറ്റർ പാതയാണ് നവീകരിക്കുന്നത്. നവീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് പ്രവൃത്തികൾ നടപ്പാക്കിയുള്ള ടാറിംഗാണ് ഇപ്പോൾ പൂർത്തിയായത്. ഇനി കുളമുക്ക് സെന്ററിലും ലക്ഷംവീട് ഭാഗത്തും 150ഓളം മീറ്റർ ഭാഗത്തെ കോൺക്രീറ്റ് പ്രവൃത്തികളാണ് നടപ്പാക്കാനുള്ളത്. ഇതോടൊപ്പം നിലമ്പതിയുടെ കോൺക്രീറ്റും നടത്താനുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷമേ ഇതിന്റെ പ്രവൃത്തികൾ തുടങ്ങുകയുള്ളൂ. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന ഈ പാത ഏറെക്കാലമായി പാടെ തകർന്ന് കിടക്കുകയായിരുന്നു. മന്ത്രി MB രാജേഷിന്റെ ഇടപെടലിനെ തുടർന്നാണ് പാതയുടെ നവീകരണത്തിന് വഴിയൊരുങ്ങിയത്. തീരദേശ പരിപാലന വികസന ഫണ്ടിൽ നിന്നും ജൽജീവൻ മിഷന്റെ പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്നുമുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണം നടപ്പാക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം. 2 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. വാണിജ്യ വാർത്തകൾ. ലാബ് ഗ്രോൺ ഡയമണ്ട് ആഭരണങ്ങൾ മലപ്പുറം ജില്ലയിൽ ആദ്യമായി പെരിന്തൽമണ്ണയിൽ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിച്ചു. പ്രകൃതിദത്തമായ ഡയമണ്ടുകളെപ്പോലെ ഗുണമേന്മയും പരിശുദ്ധവും തിളക്കമാർന്നതുമാണ് ലാബ് ഗ്രോൺ ഡയമണ്ട്. പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലൂമിയർ എന്നുള്ള ഈ ഒരു ഡയമണ്ട് സെഗ്മെന്റിന്റെ ഗ്രാൻഡ് ലോഞ്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല അടിപൊളി കളക്ഷൻസ് ആണ്, ഒന്നും പറയാനില്ല. കമ്പാരിറ്റീവ്ലി നോർമൽ ഡയമണ്ടിന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ എന്താ പറയാ ഒരു ഡിഫറൻസ് ഈ ഒരു ഡയമണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓൾസോ നമ്മളുടെ ചെറുപ്പം മുതലേ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. ആ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്നും ഇവിടുത്തെ ഒരു കസ്റ്റമേഴ്സ് ആണ്, ഡെയിലി കസ്റ്റമേഴ്സ് ആണ്. പരിശുദ്ധിയുടെ തിളങ്ങുന്ന പ്രതാപത്തോടെ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഭിമാനപൂർവ്വം ലാബ് ഗ്രോൺ ഡയമണ്ട് ആഭരണങ്ങൾ അവതരിപ്പിച്ചു. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലാബ് ഗ്രോൺ ഡയമണ്ട് ന്യൂജൻ ആഭരണ സങ്കല്പങ്ങൾക്ക് പ്രൗഢിയേകും. പ്രകൃതിദത്തമായ ഡയമണ്ടുകളെപ്പോലെ തന്നെ പരിശുദ്ധമാണ്, തിളക്കത്തിലും മനോഹരമാണ്. പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയ ലാബ് ഗ്രോൺ ഡയമണ്ട്സിന്റെ ലൂമിയർ സെക്ഷൻ ഡോക്ടർ ബുഷറ ഉദ്ഘാടനം ചെയ്തു. കളക്ഷൻസ് ഒക്കെ എല്ലാവരും ഇവിടെ വന്ന് നോക്കണം. അപ്പോൾ അപ്പോഴേ മനസ്സിലാവുള്ളൂ നമ്മൾ എന്താ പറയണേ എന്നുള്ളത്. അത് വെറുതെ നമ്മൾ തള്ളുന്നതല്ല, കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അര ഗ്രാം മുതലുള്ള ചെയിൻസ് ഇവിടെ ഉണ്ട്, നല്ല ഫാൻസി ചെയിൻസ് അടക്കുന്നുണ്ട് 1/2 ഗ്രാം മുതൽ. പിന്നെ ഏത് വെയിറ്റിലുള്ളതും കിട്ടും. നമ്മൾ പറഞ്ഞ പോലെ ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് കല്ലുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഏത് കല്ല് കൊണ്ടുവന്നാലും നമുക്ക് പറ്റിയ ടൈപ്പായിട്ട് അതായത് നല്ല ഡിസൈൻ ചെയ്ത് തരും. ഇപ്പം തന്നെ ഇന്നലെ എനിക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണം. എന്നെ ഇതിന് വിളിച്ചതിനും ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിനൊക്കെ ഒരുപാട് സന്തോഷം. ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ഫസ്റ്റ് സെയിൽ നസ്രീന നിർവഹിച്ചു. പോപ്പുലർ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർമാരായ ബഷീർ വള്ളൂരാൻ, ഹുസൈൻ വള്ളൂരാൻ, ഷിബി, നസീബ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പരമ്പരാഗത രീതികൾ സ്വീകരിക്കാതെ DVD വിദ്യയിലൂടെ കൃത്യമായ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ലാബ് ഗ്രോൺ ഡയമണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത്. പ്രകൃതിദത്ത ഡയമണ്ടുകളേക്കാൾ 40% മുതൽ 50% വരെ വില കുറവാണ്. ആയതിനാൽ ലാഭകരവുമാണ്. ഘടനയിലും ഗുണമേന്മയിലും 100% യഥാർത്ഥ ഡയമണ്ടുകൾക്ക് തുല്യമാണ് ലാബ് ഗ്രൗണ്ട് ഡയമണ്ടുകൾ. നമ്മൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് പോപ്പുലർ ജ്വല്ലേഴ്സിൻ്റെ ലേറ്റസ്റ്റ് ലാബ് ഗ്രൗണ്ട് ബ്രാൻഡായ ലൂമിയർ ഡയമണ്ട്സിൻ്റെ സെഗ്മെൻറ്റാണ് നമ്മളിവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഏരിയയിൽ പെരിന്തൽമണ്ണയിലും മലപ്പുറം ജില്ലയിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ തുടങ്ങുന്നത്. അതിൻ്റെ ലോഞ്ചാണ് ഇവിടെ നടക്കുന്നത്. ഈ ലാബ് ഗ്രൗണ്ട് ഡയമണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഡയമണ്ട്സിൻ്റെ സെയിം കെമിക്കലും ഫിസിക്കൽ പ്രോപ്പർട്ടീസുള്ള ഡയമണ്ട്സ് ഭൂമിൻ്റെ അടിയിൽ
മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അത് നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ലാബിൽ ഇതേ സാധനം സെയിം കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിലിറ്റി കൂടും, നമുക്ക് കൂടുതൽ ഡിസൈൻസും കൂടുതൽ നല്ല രീതിയിൽ നമുക്കിത് ഡിസൈൻ ചെയ്യുന്ന കുറേ മോഡൽസ് നമുക്കതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന് പ്രൈസ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഡയമണ്ട്സിനേക്കാൾ ഒരു 60% വരെ കുറവുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ മോഡൽസും അവൈലബിലിറ്റി നമുക്കിത് കൂട്ടാൻ പറ്റും. സ്വർണ്ണ വജ്രാഭരണ വിപണന രംഗത്ത് 33 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പോപ്പുലർ കാലാനുസൃതമായ ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ആഭരണങ്ങളാണ് എക്കാലത്തും ഉപഭോക്താക്കൾക്കായി നൽകി വരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷകരുടെയും സാധാരണക്കാരുടെയും ജീവന പുല്ലുവില പോലും പിണറായി സർക്കാർ നൽകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കും വിധം വിവരാവകാശത്തെ ദുരുപയോഗം ചെയ്യരുതെന്ന് വിവരാവകാശ കമ്മീഷണർ. സുതാര്യതയുള്ള സദ്ഭരണം ജനങ്ങൾക്ക് പ്രാപ്യമാക്കുകയാണ് വിവരാവകാശത്തിന്റെ ലക്ഷ്യമെന്നും കമ്മീഷൻ അംഗം ടി.കെ. രാമകൃഷ്ണൻ. വ്യാപാരികൾക്ക് പേഴ്സണൽ ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തട്ടിപ്പ്. മങ്കട സ്വദേശി രവി എന്ന യുവാവ് പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ. ഒറ്റപ്പാലം സ്വദേശിയായ വ്യാപാരിയുടെ പരാതിയിലാണ് അറസ്റ്റ്. കുളത്തിൽ മുങ്ങിത്താഴ്ന്ന വയോധികയ്ക്ക് രക്ഷകനായി 14കാരൻ. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി ശാന്തയെയാണ് 14കാരൻ പ്രജുൽ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. പ്രജുലിന്റെ ധീരതയ്ക്ക് അഭിനന്ദന പ്രവാഹം. കാലിക്കറ്റ് സർവകലാശാല എ-സോൺ കലോത്സവം മണ്ണാർക്കാട് തുടരുന്നു. സ്റ്റേജ് മത്സരങ്ങൾ തുടങ്ങിയതോടെ വേദികൾ ഉണർന്നു. പാലക്കാട് വിക്ടോറിയയും MES കല്ലടിയും മുന്നേറുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.